അസ്സലാമു അലൈക്കും. പിന്നെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നത് ഒരു ചെറിയ കാര്യം ചെയ്താലും നമുക്ക് അത് വലിയ പ്രതിഫലമായി നമുക്ക് ലഭിക്കും. അത് പറയാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതായത് പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങളെനിക്ക് ലൈക്കും ചെയ്യണം, സബും ചെയ്യണം. പിന്നെ എനിക്ക് പറയാനുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ചെയ്ത ഒരു സൽഗുണമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു ഈത്തപ്പഴം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വ്യക്തി വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പിന്നെ വിശക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നിമിഷം പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആലോചിച്ചു, ഈ ഈത്തപ്പഴം മാത്രമേ ഉള്ളൂ, ഇവർക്ക് കൊടുത്താൽ ഞാൻ ഭക്ഷിക്കാൻ വേറെ ഇല്ലല്ലോ. ഒരു നിമിഷം പിന്നെ വിചാരിച്ചു ഇവരെ വിശപ്പ് തീരണ്ടേ, അങ്ങനെ അത് കൊടുത്ത് വെള്ളവും കൊടുത്തു. പിന്നെ അപ്പം തൻ്റെ കയ്യിലുള്ള സാധനം മറ്റുള്ളവർക്ക് വിശപ്പ് തീരട്ടെ എങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തു, അവർക്കില്ലാതെ കൊടുത്തു. അത് കണ്ട് വേറൊരു വ്യക്തി വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് കൊടുത്തു? പിന്നെ ഭക്ഷണവും കൊടുത്തു, വെള്ളവും കൊടുത്തു. ഇതിൽ നിന്നാണ് നമുക്കൊരു പാഠം. ഒരു ചെറിയ കാര്യം നമ്മൾ ചെയ്താൽ നമുക്കത് പിന്നെ പ്രതിഫലമായിട്ട് കിട്ടും. ഇന്നില്ലെങ്കിൽ നാളെയെങ്കിലും അത് നമുക്ക് കിട്ടും. പിന്നെ അത് നമ്മളെപ്പോൾ ഓർക്കുക. പിന്നെ ഒരാൾ വിഷമിച്ചാൽ മാത്രമേ മറ്റുള്ളവരുടെ മുമ്പിൽ പോവുകയുള്ളൂ. അത് എൻ്റെ ഉമ്മാമ്മ പറയും, കുതിരപ്പുറത്ത് പോകുന്നവനിക്കും വിഷമമുണ്ടെങ്കിൽ നമ്മൾ സഹായിക്കണം. എന്താണെന്ന് വെച്ചാൽ ആ കുതിരപ്പുറത്തുനിന്ന് കീഴുന്നവനിക്ക് വിഷമമുണ്ടെങ്കിലല്ലേ അവൻ കീഴുള്ളൂ. വിഷമമില്ലെങ്കിൽ അവൻ കുതിരപ്പുറത്തുനിന്ന് കീഴിട്ട് നമ്മളോട് സഹായം ചോദിക്കുക. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ വിഷമങ്ങൾ ചോദിക്കുക. പരസ്പര സഹായമാണ് സ്നേഹം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പിന്നെ നിങ്ങളൊക്കെ എല്ലാവരും, ഞാനടക്കം എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സ് പടച്ചോൻ നമുക്ക് തരട്ടെ. പിന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാം നന്മ നിങ്ങൾക്ക് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കേ.